എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, കൈവിഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പലർക്കും പല സംശയങ്ങളാണല്ലേ. അപ്പോൾ ചിലരങ്ങ് ഓവർ കോൺഫിഡൻസ് ആണ്. ചിലർ പറയും അയ്യോ അതൊന്നും ഏക്കത്തേയില്ല, അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയും. ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരാ, നന്നായിട്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഈ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അത് എന്താണെന്ന് വെച്ചാൽ അതൊരു ശക്തിയെ, ഒരു നെഗറ്റീവ് എനർജിയെ അയച്ചു വിടുകയാണ്. അതായത് ഒരു നെഗറ്റീവ് ശക്തിയെ നമ്മളുടെ അടുത്തേക്ക് ചില ദൗത്യങ്ങളുമായിട്ട് അയക്കുകയാണ്. അപ്പോൾ ഈ അയക്കുന്ന ശക്തി എന്താണെന്ന് വെച്ചാൽ അത് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. അതിന് സമയമാകുമ്പോൾ അത് ആ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം, ഒരു വ്യക്തിയുടെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭ്രാന്തനാക്കണം, ഭ്രാന്തിയാക്കണം, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയുടെ ബിസിനസ് തകർക്കണം, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം തകർക്കണം, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം തകർക്കണം, തലമുറകളെ തകർക്കണം എന്ന് തുടങ്ങി ജോലിയെ തകർക്കണം, വിദ്യാഭ്യാസത്തെ തകർക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ദൗത്യങ്ങളുമായിട്ടായിരിക്കും ഈ നെഗറ്റീവ് എനർജികളെ പലപ്പോഴും അയക്കുന്നത്. അപ്പോൾ ഈ ആഭിചാരം, മന്ത്രവാദം, കൂടോത്രം, എതിർ പ്രാർത്ഥന, ഇതിലൊക്കെ വ്യാപരിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമാണ് അതിനകത്ത് വെളിപ്പെടുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടല്ലേ. ദൈവത്തെ നമ്മൾ എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പോസിറ്റീവ് എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതാണ് എന്തും ഈ പൈശാചിക മണ്ഡലം, അതായത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മുൻപിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു എന്താ പറയുക ഡ്യൂപ്ലിക്കേറ്റ് മാതൃകയാണ് എപ്പോഴും ആര് കൈക്കൊള്ളുന്നത്? പൈശാചിക മണ്ഡലം കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് പോലെ തന്നെ ഈ പൈശാചിക മണ്ഡലം അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ഈ എനർജി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ എന്ത് ചെയ്യരുത്? നിസ്സാരമായിട്ട് നമ്മൾ അതിനെ കാണരുത്. കാരണം ഇതൊരു എനർജിയാണ്, ഇതൊരു നെഗറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ശക്തിയാണ്. അതിങ്ങനെ ചുമ്മാ അങ്ങൊന്നും പോകത്തൊന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ജാഗരൂകരായിരിക്കണം. കാരണം ഇതിൻ്റെ ആ ഒരു തിക്താനുഭവങ്ങൾ അനുഭവിച്ച വ്യക്തികളോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും ഇത് എത്രമാത്രം എന്താ പറയുക, എത്രമാത്രം ഇത് നമ്മൾക്ക് ദോഷം ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം അവരോട് ചോദിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ഞാനും ഇതൊക്കെ അനുഭവിച്ചതാണ്. കാരണം എനിക്കെതിരെയും മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ വിടുന്നുണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല ഈ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ നിസ്സാരമായിട്ടൊരു ചെറിയ ഒഴുക്കൻ പ്രാർത്ഥനയിലൊന്നും നമ്മളിതിനെ അങ്ങ് പൊക്കോളും എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. സത്യമാണ്, നമ്മുടെ സംഖ്യാപുസ്തകം 23:23 അധ്യായം അതിൻ്റെ 23 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഓർക്കുക, ദൈവം അവർക്ക് ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലവർ നിലനിൽക്കുന്നിടത്തോളം കാലം എന്താണ്? അതൊന്നും അവർക്ക് ഏശത്തില്ല. ഇനി അതിൽ നിന്ന് അവർ വ്യതിചലിച്ച് പോയി കഴിഞ്ഞാലോ അവർക്കതൊക്കെ ഏശും. അതിൻ്റെ തിക്താനുഭവങ്ങൾ അവർ അനുഭവിച്ചതാണ് അല്ലേ. അപ്പോൾ ഓർക്കുക, നമ്മളും വലിയ അങ്ങേയറ്റത്തെ പെർഫെക്റ്റ് ആണോ? അങ്ങനെയൊന്നുമല്ല. നമ്മളും കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള മനുഷ്യരാണല്ലേ. എന്നാൽ അവർക്ക് ആണ്ടിൽ ഒരിക്കൽ വേണം കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ. എന്നാൽ ഇവിടെ നമ്മൾക്ക് അങ്ങനെയല്ല. അവിടെ ആണ്ടിൽ ഒരിക്കൽ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ പോലും അവർക്ക് പറ്റത്തില്ല. പുരോഹിതനാണ് അടുത്ത് ചെല്ലുന്നത്. എന്നാൽ ഇവിടെ നമ്മൾക്ക് എപ്പോഴും കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനായിട്ട് പറ്റും. നമ്മൾക്കൊരു പാപമോചനം തരുവാൻ നമ്മൾ പറഞ്ഞ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പാപമോചനം തരുവാൻ നമ്മളുടെ ദൈവം റെഡിയുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതിനെ അയച്ചു വിട്ടിരിക്കുന്ന കാര്യം ചെയ്യുവാനായിട്ട് അതിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഓർക്കുക, ഇന്നിപ്പം നമ്മൾ നല്ല ശക്തമായ പ്രാർത്ഥനയിലാണെങ്കിൽ അതവിടെ വെറുതെ നിൽക്കും. അത് ഒരിക്കലും അതിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാതെ അത് മടങ്ങിപ്പോകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇത് അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പിന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു ഹോൾ കണ്ടു കഴിയുമ്പോൾ അതിനകത്തൂടെ കയറുവാനായിട്ടാണ് ഈ പൈശാചിക മണ്ഡലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിനേറെ പറയുന്നു, ഒരു വ്യക്തി അല്ലേ, നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നു, അവിടെ ഒരു വ്യക്തി സ്ഥിരം നമ്മളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ തന്നെ തുടരുവാൻ നിർബന്ധിതരാകുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അല്ലേ. ഇനി എന്തിനേറെ പറയുന്നു, കൊച്ചുകുട്ടികളുടെ കാര്യം എടുത്തേ. കൊച്ചുകുട്ടികൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് അത് നിർത്തി കഴിഞ്ഞാലോ നമ്മൾ മേടിച്ചു കൊടുക്കുമോ? ഇല്ല. എമർജൻസി ആണെങ്കിലേ മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് മറന്നുപോയി കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതങ്ങ് വിടും അല്ലേ. എന്നാൽ ഈ കൊച്ചു എപ്പോഴും ഇങ്ങനെ എനിക്ക് അത് വേണം അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുക, ആ കാര്യം പറ, അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ നടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
സഖി കെട്ടിട്ട് നമ്മളതങ്ങ് ചെയ്തു കൊടുക്കും. ഇവിടെയും ഓർക്കുക, ഈ പൈശാചിക മണ്ഡലത്തിന് നമ്മളെപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അതിന് ഇവിടെ നിൽക്കാൻ പറ്റാതെ അത് പോയി പോകും. എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ പറ്റാതെ അത് പോയി പോകും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചുമ്മാ നിസ്സംഗരായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രാർത്ഥനയായിട്ട് ഇരുന്നാൽ മതിയോ? പോരാ. അല്ലെങ്കിൽ നമ്മൾ ആ വിചാരവ്യാപനം പറ്റുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിനെ ഫലിക്കുകയുമില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കൊന്നും ഏക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പറ്റുമോ? പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം മതിയോ? നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മൾ ഓർക്കുക, ഈ പൈശാചിക മണ്ഡലം ഇങ്ങോട്ട് നമ്മൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ അതിനെ ഇങ്ങനെ അയച്ചു വിട്ട് കഴിയുമ്പോൾ നമ്മൾ വചനം പറഞ്ഞ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ വചനം എന്ന് പറയുന്നത് ദൈവമാണല്ലേ. അപ്പോൾ അതിൻ്റെ മുൻപിൽ ഇതിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് തിരിച്ചു പോകും. ഇത് തിരിച്ചെങ്ങോട്ടാണ് പോകുന്നത്? ഇതിനെ അയച്ച അടുത്തോട്ട് പോകാനേ ഇതിന് വഴി അറിയത്തുള്ളൂ. അതിന് നമ്മൾ ഉത്തരവാദിയാണോ? ഇത് മടങ്ങിപ്പോകുന്നതിന് നമ്മൾ ഉത്തരവാദിയാണോ? അല്ല. അതാരും ഉത്തരവാദിയാണ്? അത് അയച്ചു വിട്ടവൻ അതിൻ്റെ കാര്യം നോക്കിക്കോളും. നമ്മളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾക്കോ നമ്മളുടെ കുടുംബത്തിനോ നമ്മൾക്കുള്ള ഒന്നിനെയും അത് അഫക്റ്റ് ചെയ്യരുത്. അതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1-2 കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അതിനകത്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യുന്നവർ പ്രാർത്ഥിച്ചോട്ടെ, അവർ വിടുതൽ ഏറ്റെടുക്കട്ടെ. അല്ലാത്തവർ വെറുതെ ഇരുന്നോ? നിങ്ങളത് അനുഭവിച്ചോ? നമ്മൾക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇതിൻ്റെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതാ പറഞ്ഞിരിക്കുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവനെന്നാൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവനെ മൈൻഡ് ഇരിക്കണം എന്നാണോ പറഞ്ഞത്? അല്ലല്ലല്ല, അവനോട് എതിർത്ത് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത് എന്താ? വചനമാകുന്ന ആയുധം കൊണ്ടാണ് നമ്മൾ അവനെ തോൽപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതാണ്? നമ്മുടെ സംഖ്യാപുസ്തകം 23:23 ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, രക്ഷണവിധി ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തത് എന്താണ്? 54 ഏഷ്യ 54:17 നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഇനി ഏഷ്യ 47:9 ഞാൻ പറഞ്ഞത്, നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര വരികയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അത് നിനക്ക് തന്നെ നിർവടിയായി ഭവിക്കാതിരിക്കുകയില്ല. ഈ എനിക്കെതിരെ വിട്ടിരിക്കുന്നത് സകലതും വന്നിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകട്ടെ. അപ്പോൾ ഈ മടങ്ങിപ്പോകട്ടെ എന്ന് പറയുമ്പോഴാണ് പലർക്കും കൺഫ്യൂസ്ഡ് ആകുന്നത്. അപ്പോൾ അവർ വിചാരിക്കും, അയ്യോ ഇത് മടങ്ങിപ്പോയാൽ അവരുടെ അടുത്തോട്ട് നമ്മൾ വചനത്തിൻ്റെ ബേസിലാണ് വിടുന്നത്, അല്ലേ? വചനം എന്താ? ദൈവമാണ്. അപ്പോൾ ദൈവത്തിനറിയാം ഇതിനെ അവിടെ ഏത് വിധത്തിൽ അത് മടങ്ങിപ്പോയി ക്രിയ ചെയ്യേണ്ടതെന്നും. എന്ന് വെച്ചാൽ ചിലരെന്താണ്, അയ്യോ ഞാൻ ഇത്രയും തൊടുത്ത് വിട്ടിട്ടും ഇവർക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഇവർക്ക് എന്താണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഇവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അന്വേഷിക്കും, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ദൈവം അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു മാനസാന്തരത്തിൻ്റെ വഴിയാകും. ഇനി അതല്ല എങ്കിൽ എന്താണ്, അവരെ ഈ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആണെങ്കിൽ ദൈവം അവരെ വേണ്ടുന്നത് പോലെ ദൈവം കൈകാര്യം ചെയ്തോട്ടെ. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ്? നമ്മൾക്കെതിരെ നമ്മളുടെ കുടുംബത്തെ തൊടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്മളെപ്പോഴും വചനം പറഞ്ഞതിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ പൈശാചിക മണ്ഡലം നമ്മളിനിപ്പോൾ എത്ര കൃപയിലാണെന്ന് പറഞ്ഞാലും ഇതെന്താ ചെയ്യുന്നതെന്നറിയാവോ? ഇതിന് അയച്ചു വിട്ടേക്കുന്ന കാര്യം ഇതിനെ സാധിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് കുറേ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്തിനാ? എങ്ങനെയെങ്കിലും ഒരു പഴുതുണ്ടാക്കാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും ആദ്യത്തെ പഴുതെന്ന് ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതിങ്ങനെ ആദ്യം നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നുകൂടുവാനായിട്ട് ശ്രമിക്കും. എങ്ങനെയാണ്? നമ്മളുടെ ചിന്തകളെ തെറ്റിച്ച് കളയാൻ. ഈ ചിന്തകൾ അങ്ങ് കഴിയുമ്പോഴത്തേക്കും എന്താകും? നമ്മൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വീക്കാകുമ്പോഴാണ് ഇതിനെപ്പോഴും എൻട്രി കിട്ടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളോട് അടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഇതിനെ എവിടുന്ന് അയക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ പ്രാർത്ഥിച്ചോണം. അതിന് നമ്മൾക്ക് അറിഞ്ഞുകൂടെ ഇവർ ഏത് സമയത്ത് എപ്പോഴാണ് വിടുന്നതെന്നൊന്നും കാലവും നേരമൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്താണ്? ഇത് നമ്മളോട് അടുക്കാതെ നമ്മൾക്കൊരു പ്രൊട്ടക്ഷനും കാവലും എല്ലാം നമ്മൾക്ക് ദൈവം തരുവാനായിട്ടിടയാകും. വചനത്തിൻ്റെ സംരക്ഷണം നമ്മൾക്ക് തരുവാനായിട്ടിടയാകും. ഓർക്കുക, ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇത് കുറേയൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഓർക്കുക, ഒരു സഹോദരന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് നമ്മൾക്ക് ചെയ്യേണ്ട ദോഷമെല്ലാം ചെയ്തിട്ട് പിന്നെ ഇത് തിരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ എന്നും. അത് സത്യമാണ്. നമ്മൾക്ക് ദോഷം ചെയ്യുന്നതിന് മുൻപേ, നമ്മളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്യണം?
ഇത് പൊക്കോട്ടെന്നേ, ഇത് മടങ്ങിപ്പോയിക്കോട്ടെ, എന്നിട്ട് ബാക്കി ദൈവം അവരുമായിട്ട് കണക്ക് തീർക്കട്ടെ. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ വേണം. ഇത് നമ്മളുടെ കുടുംബത്തിലോട്ട് കിടക്കാതെ, നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിലോട്ട് കിടക്കാതെ, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാതെ, നമ്മളുടെ ആരോഗ്യത്തെ തകർക്കാതെ, നമ്മൾക്കൊരു സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നമ്മൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ കിടന്നുകൊണ്ട് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാതെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാതെ നമ്മളിതിനെ ഒന്ന് നിസ്സാരമായിട്ട് കാണരുത്. കാരണം ഏത് വിഷയത്തിനും നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല എന്ന് വെച്ചാൽ ഈ പൈശാചിക മണ്ഡലം നീങ്ങിപ്പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിൽ പിന്നെ ദൈവത്തിന് അത് പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇത് ഇത്രയും സീരിയസ് ആണിത്. നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ എന്നാലേ ഇത് പോകത്തുള്ളന്നേ. അത് ദൈവം പറയുന്നതിനപ്പുറം, ദൈവത്തിൻ്റെ വചനത്തിനപ്പുറം നമ്മൾ വലിയ യുക്തിവാദം കൊണ്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കഴിഞ്ഞ് വലിയ അറിവുള്ളവരാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് നിരാശകളും ഡിപ്രഷനുകൾ തന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മളുടെ ജീവിതത്തെ അതിങ്ങനെ ഒരു ചുഴലിക്കാറ്റ് പോലെ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനെ കണ്ടുണർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ, വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഇത് വിട്ടുപോകാതെ ഒന്നുമില്ല. ഇത് വിട്ടുപോകും. അതിന് വേറെ ആരുടെയും അടുത്ത് പോകേണ്ട കാര്യമില്ല. നിന്റെ ഉപവാസത്തിൻ്റെ മുൻപിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, നിന്റെ വചനത്തിൻ്റെ മുൻപിൽ എന്ത് ചെയ്യും? ഇത് കീഴടങ്ങുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ഞാനൊക്കെ ഇതിനകത്തുനിന്ന് ഇത് അനുഭവിക്കുകയും ഇതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുകയും അതിൽ നിന്ന് ദൈവം വിടുതൽ തരികയും ചെയ്തതാണ്. ഇപ്പോഴും നമ്മൾക്കെതിരെ വിടുന്നുണ്ടാകും, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണ്? ഈ പൈശാചിക മണ്ഡലം പല വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. 1-2 ആൾക്കാരൊന്നും ആയിരിക്കില്ല. കാരണം എപ്പോഴും ഒരു ദൈവ പൈതലിനെ തകർക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തികളെ, ഇവരെ എതിർ നിൽക്കുന്ന ഒരു വ്യക്തികളെ തകർക്കുവാൻ ഈ പൈശാചിക മണ്ഡലവുമായിട്ട് കൂട്ടുകൂടുന്ന ആൾക്കാർ എപ്പോഴും ചെയ്യുന്നൊരു തന്ത്രം അത് തന്നെയാണ്. മന്ത്രവാദം, കൂടോത്രം, എതിർ പ്രാർത്ഥന, എന്താ പറയുക, കൈവിഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർക്ക് മത്സരം ആരാ ഉണ്ടാക്കി കൊടുക്കുന്നത്? പേരൻസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരെന്താ കുഞ്ഞു കുട്ടികൾക്കെതിരെ പോലും ചെയ്യുന്ന പേരൻസുമാരുണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു പലരും അറിയുന്നവർ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കും, അല്ലാത്തവർ ഇതിങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞവരൊക്കെ അവസാനമേ തിരിച്ചറിയുന്നത് നമ്മൾക്കെല്ലാം നഷ്ടമായിട്ടല്ല നമ്മൾ ഈ പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിയേണ്ടത്. നമ്മളുടെ അടുക്കുന്നതിന് മുൻപേ, ഇത് അയച്ചു വിടുന്നതിന് മുൻപേ, ഇവൻ്റെ ആലയത്തിൽ എന്താണ് ഈ പൈശാചിക മണ്ഡലം, അതിൻ്റെ ആലയത്തിൽ നമ്മൾക്കെതിരെ എന്താണ് എന്താ പറയുക, നമ്മൾക്കെതിരെ അവിടെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനെ തകർക്കണം. അതിൻ്റെ ആ ക്രിയേഷനെ തന്നെ തകർക്കുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധത്തെ നമ്മൾ മടക്കി അയച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഏത് വിഷയത്തിനും വിടുതലുണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. നമ്മൾ ഇതിനെ ഒന്ന് നിസ്സാരമായിട്ട് കാണരുത്. കാരണം നമ്മൾക്ക് എപ്പോഴും ഇതിനോട് പോരാട്ടമുണ്ട്. ദൈവത്തിൻ്റെ വചനം അതാ പറയുന്നതല്ലേ, നമ്മൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും സർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ഇത് എപ്പോഴും ഈ പൈശാചിക മണ്ഡലം നമ്മൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പിന്നിൽ വ്യക്തികളുണ്ടാകട്ടെ. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഈ പൈശാചിക മണ്ഡലത്തെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ സീരിയസ്നെസ് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. വിടുതൽ വേണ്ടുന്നവർ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, വചനം പറയുക. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.